ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് എവിടെ നോക്കിയാലും മസ്ക ബണ്ണിൻ്റെയും ഇറാനിയൻ ചായൻ്റെയും ബഹളാണല്ലോ. നമുക്ക് പിന്നെ ഫോം അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ കിട്ടുന്ന ഡിന്നർ റോൾസ്, ബർഗർ ബൺസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബണ്ണിൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റ് കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് ബ്രിയോഷ് എന്ന് പറഞ്ഞ ഈ ബൺസ് വെച്ചിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഈ ബണ്ണ് ആദ്യം ഒന്ന് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയത്. ചായ ഒരു ഹാഫ് ഓഫ് ദ എമൗണ്ട് ഓഫ് ദ ചായ നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക്, പിന്നെ ക്വാർട്ടർ എമൗണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഒരു ക്വാർട്ടർ എമൗണ്ട് കട്ടൻ ചായയിൽ കുറച്ച് ക്ലൗസ്, കാഡമം, പിന്നെ സ്റ്റാർ അനീസ് അങ്ങനെ കൈക്കിട്ട് ഇതെല്ലാം വാരി വലിച്ചിട്ടിട്ടാണ് റെഡിയാക്കിയത്. ചായ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ നമ്മുടെ മസ്ക ബണ്ണും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്വീറ്റാണ്, നല്ല ഹെവി സൈഡിലാണുള്ളത്. ബട്ട് ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അമേസിങ് ബിസിനസ് സ്ട്രാറ്റജി ആണല്ലോ. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർത്തത്, നമ്മുടെ നാട്ടിൽ ഈ ചൂട് വെച്ചിട്ട് ഈ റെസിപ്പി പ്രകാരം ഇവർ ഉപയോഗിക്കുന്ന ഈ ബട്ടർ എങ്ങനെ മെൽറ്റ് ആകാതിരിക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ.